ഞാൻ ഇതില് എന്റെ കമ്പനി വണ്ടി വലിയ വണ്ടിയായിരുന്നു. അപ്പൊ ഇവിടെ പൊളിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് പോവുകയും ചെയ്തു. ഷാജി അത് വീഡിയോ എടുത്തു. ഞാൻ ഷാജിനെ കോൺടാക്ട് ചെയ്തു. ഷാജി വീഡിയോ എനിക്ക് തന്നു. ഞാനപ്പോ തന്നെ അത് ഫേസ്ബുക്കിൽ ഇട്ടു. കാര്യം ഇതൊന്നും അറിയണം, നാട്ടുകാരൊന്നും അറിയട്ടെ. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടു. ഇപ്പോൾ അത് അത്യാവശ്യം എത്തേണ്ടടുത്ത് എത്തി. മിക്കടുത്തും അത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് കുത്തിപ്പൊളിക്കണോ കുഴപ്പമില്ല, പക്ഷെ ടാർ ചെയ്തതിന്റെ വിറ്റോസ് അത് കുത്തിപ്പൊളിക്കാന്ന് പറഞ്ഞാൽ മനസാക്ഷി വേണ്ടേ മനുഷ്യന്? ഇത്ര നാൾ ഈ നാട്ടുകാർ പൊടിയിൽ നിന്ന് ജീവിച്ചവരാണ്. അത് പൊളിക്കുന്ന പറഞ്ഞാൽ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതെന്തോ ആകട്ടെ എന്ന് ഓർത്താണ് ഞാനത് ഫേസ്ബുക്കിൽ നാട്ടുകാർ അറിയട്ടെ എന്ന് ഓർത്തിട്ട് ഇട്ടതാണ്. ശേഷം ആരെങ്കിലും ബന്ധപ്പെട്ടോ? അല്ല, ആരും ഒന്നും വിളിച്ചില്ല. ഇപ്പൊ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന്. ഇത് എന്നാണ് ഇത് ഇടിച്ചുറപ്പിച്ചത്? ഞായറാഴ്ച തന്നെ അവർ ചെയ്തിട്ട് പോയി. ഞായറാഴ്ച പിന്നെ അവർ കുത്തിപ്പൊളിച്ചല്ലോ അവർ. ഞാനത് പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഒരു 10 മണിയായപ്പോൾ ഞാൻ തിരിച്ച് പോകുമ്പോഴത്തേക്കും ഈ സാധനം അവരത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മറ്റേത് കുത്തിപ്പൊളിക്കണ ഞാൻ ആ വീഡിയോയിൽ കണ്ടല്ലോ. ആ വീഡിയോയിൽ കുത്തിപ്പൊളിക്കണ കണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇട്ടിട്ട് അത് പോയി. അതങ്ങനെ പോയിട്ട് എന്നാൽ ചെയ്യണില്ലെന്നും പറഞ്ഞ് പോയി. ഞാൻ അപ്പോഴും ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു മര്യാദയില്ല, നിങ്ങൾ ഇവിടെ യാത്രക്കാരല്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഞങ്ങൾക്ക് പണിയെടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പണിയെടുത്തോ, നിങ്ങൾ പണിയെടുത്തോ, പക്ഷെ ഇത്ര നല്ല ടാറ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അത് കുത്തിപ്പൊളിക്കണമെന്ന് മാത്രമേ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു.